എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി കുടംപുളിയിട്ട് വറുത്തരച്ച ചെമ്മീൻ കറിയാണ് വെക്കുന്നത്. ചോറിനും പുട്ടിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ആദ്യമേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കൈപ്പിടി തേങ്ങ ചിരകിയത് ഞാൻ ചേർക്കുന്നുണ്ട്. 1/2 കിലോ ചെമ്മീൻ്റെ അളവിനാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5-6 ചെറിയുള്ളി, ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയാണ്. ഇത്രയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് ചുവന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ അതവിടെ തേങ്ങ നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം ഇത് ചൂടാറിയിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് പച്ചവെള്ളത്തിൽ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. തരികളോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ ഇതനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ അധികം വേവില്ല. ഒത്തിരി അങ്ങോട്ട് നമ്മളിട്ട് വേവിക്കുകയാണെങ്കിൽ ചെമ്മീൻ വല്ലാതെ അങ്ങോട്ട് റബ്ബറി ആയി പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, തരികളൊന്നും ഇല്ലാതെ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരപ്പ് അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം ഏകദേശമൊക്കെ വറ്റി, കുറച്ച് വെള്ളം ഉണ്ട്, അത് സാരില്ല. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചവെള്ളം കൂടി ചേർക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. നമ്മൾ ചെമ്മീനിലേക്കുള്ള ഉപ്പ് മാത്രമല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ അരപ്പിലേക്കും കൂടി വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കുറുകി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിനി കുറച്ചും കൂടി നേരിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിപ്പോവും. അപ്പോൾ ഈ പാകത്തിന് നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊന്ന് വറുത്തിടണം. അതിന് വേണ്ടി വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു വറ്റൽമുളക്, ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചെമ്മീൻ വറുത്തരച്ച കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചോറിനും അപ്പത്തിനൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്